ഹബക്കൂക്കിനോട് ചോദിക്ക്, ഹബക്കൂക്കെ, നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു പ്രത്യേക സമയത്ത് നിശബ്ദനായിരുന്നെങ്കിലും ആ നിശബ്ദതയുടെ കാലഘട്ടം കൊണ്ട് നിന്റെ ജീവിതം തീർന്നോ? തീർന്നില്ല. നിന്റെ കാലിനെ പേടമാൻ കാല് പോലെയാക്കി നിന്നെ ഉന്നതഗിരികളിൽ എത്തിക്കുവാൻ അവൻ നിനക്ക് വേണ്ടി വായു തുറന്നു. താങ്ക് യു ജീസസ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നീണ്ട 25 വർഷത്തെ നിശബ്ദത. ജോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നീണ്ട 17 വർഷത്തെ നിശബ്ദത. നോഹയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ആ ദൈവിക നിശബ്ദത. സക്കരിയാവിന്റെയും എൽസബത്തിന്റെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നു നീണ്ട നാളത്തെ നിശബ്ദത. മനോഹയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ആ ദൈവികമായ നിശബ്ദത. ദാവീദിന്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചിരുന്നു നീണ്ട 13 വർഷങ്ങൾ ദൈവികമായ നിശബ്ദത. പക്ഷേ ആ നിശബ്ദതയുടെ കാലഘട്ടങ്ങളിലും കിന്നരമെടുത്തു വെച്ച് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, യഹോവ എൻ്റെ ജീവന്റെ ബലം, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും എന്നൊക്കെ പാടിയ പ്രാർത്ഥിച്ച വേദപുസ്തക ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അബ്രഹാമിനെ പോലെ ദൈവത്തെ കാത്തിരുന്ന ഒരു വ്യക്തികളും ലജ്ജിച്ചു പോയിട്ടില്ല. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയുന്നു, നീ മനുഷ്യനിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കാത്തിരുന്നാൽ നീ ലജ്ജിച്ചു പോകും. പക്ഷേ യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. ആത്മാവ് വീണ്ടും പ്രവചിക്കുകയാണ്, നീ കഴുകനെ പോലെ ചിറകടിച്ച് കയറും, നീ കഴുകനെ പോലെ ചിറകടിച്ച് കയറും, നീ കഴുകനെ പോലെ ചിറകടിച്ച് കയറും. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ നിന്റെ ഉയർച്ചയുടെ ശബ്ദത്തെ, നിന്റെ വിടുതലിന്റെ ശബ്ദത്തെ ആത്മതലത്തിൽ കാണാൻ കഴിയുന്നുണ്ട്? പക്ഷെ സ്റ്റാൻഡ് ചെയ്യണം, സ്റ്റാൻഡ് ചെയ്യണം. എന്ത് വില കൊടുത്തും സ്റ്റാൻഡ് ചെയ്യണം. കർത്താവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യണം. ചങ്കും നെറ്റിയും കൊടുത്ത് സ്റ്റാൻഡ് ചെയ്യണം. തന്നെ കാത്തു നിൽക്കുന്നവരുടെ പ്രത്യക്ഷതയ്ക്കായി അവരെ ചേർക്കുവാൻ മേഘാരൂഢനായി വേഗം വരുമെന്ന് പറഞ്ഞവൻ താമസം വിന മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഉണ്ട്?